ഉമ്മയോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ ബാപ്പയോട് എന്താണെന്നറിയില്ല, സ്നേഹമില്ല. ഉടൻ തന്റെ അലിയാരങ്ങൾ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, എന്താണെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ബാപ്പ നാളെ നേരം വെളുത്ത് ജോലിക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ജോലിക്ക് പോകുന്ന ഒരു സമയത്ത് ആരും കാണാതെ നിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ പിന്നാലെ പോവുക. വാപ്പ അവിടുന്ന് തോൽപാത്രത്തിൽ വെള്ളമെടുത്തിട്ട് കടന്നു പോകുമ്പോ നീയും കൂടെ ഒളിച്ചിരിക്കുക. നേരം വെളുത്ത പാടെ ചെറുപ്പക്കാരന്റെ പിതാവ് യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യാത്ര തിരിച്ചുകൊണ്ട് കടന്നുപോയി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് അങ്ങ് കടക്കുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലുള്ള ഈന്തപ്പന കുലകളൊക്കെ താഴേക്ക് അടർത്തിയിടുകയാ. അടർത്തിയിട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അട്ടിയടുക്കി വെക്കുമ്പോ അത് പെട്ടെന്ന് മറിഞ്ഞങ്ങ് താഴെ വീഴുമ്പോ അല്ലാഹുവേ, താഴേക്ക് വീഴുന്ന ആ ഒരു സമയത്ത് ഈ പ്രിയപ്പെട്ട തോട്ടത്തിന്റെ മുതലാളി കടന്നു വന്ന തന്റെ പിതാവിന്റെ കരണത്തടിക്കുമ്പോ അത് തടയിക്കളഞ്ഞിട്ട് തന്റെ മുതലാളി പോയ പാടെ എല്ലാം ഒന്നുകൂടെ അടുക്കി വെക്കുമ്പോ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ വന്നിട്ട് ചോദിക്കാട്, ഇനിയും ഇവിടെ ജോലി ചെയ്യണോ? ഈ തോട്ടത്തിന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് അടികിട്ടിയിട്ട് ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്ന എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട പിതാവ് ആ മനുഷ്യനോട് പറയാ, ഞാനെങ്ങനാ ജോലി ചെയ്യാതിരിക്കുന്നത്, ഞാനെങ്ങനാ ജോലി ചെയ്യാതിരിക്കുന്നത്? അല്ലാഹു എനിക്കൊരു പൊന്നുമകനെ തന്നിട്ടുണ്ടല്ലോ, അവനിക്ക് ജോലിയായിട്ടില്ലല്ലോ, അതുകൊണ്ട് അവനിക്ക് ജോലിയാകുന്നത് വരെ ഞാൻ തന്നെ അധ്വാനിച്ചു കൊടുക്കുമല്ലോ. അവൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ എന്താ, അവൻ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ എന്താ, എന്റെ പൊന്നുമകനെ എനിക്ക് തനിച്ചാക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് കരണത്തെ അടികൊണ്ട് തങ്ങ് തടയിക്കളഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന തോൽപാത്രത്തിന്റെ വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കുമ്പോ അതിനകത്തുള്ള മുഴുവൻ ജലവും കഴിഞ്ഞു പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിലുള്ള മുഴുവൻ ജലവും കഴിഞ്ഞു പോയതുകൊണ്ട് ആ തോൽപാത്രം താഴെ വെച്ചിട്ട് വിയർത്തു കുളിച്ചിരിക്കുമ്പോ അപ്പുറത്തൊരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അവിടെ നിന്ന് എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകൻ ഓടി വരുന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ഉപ്പാന്റെ ശരീരത്തുള്ള വിയർപ്പ് മുഴുവനും തോർത്തിക്കൊടുക്കുകയാ. ഉപ്പാന്റെ മുതുകത്തുള്ള വിയർപ്പ് മുഴുവനും തോർത്തിക്കൊടുക്കുകയാണ്. അതും കഴിഞ്ഞില്ലല്ലോ, തന്റെ തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം കൊണ്ടുവന്ന് പ്രിയപ്പെട്ട പുന്നാര ഉപ്പാക്കൊന്ന് കൊടുക്കുകയാണ്. ഇത് കുടിച്ചോ വാപ്പാ എന്ന് പറയുമ്പോഴാ കൊണ്ടുവന്ന വെള്ളം മേടിച്ചു കുടിച്ചിട്ട് തന്റെ പൊന്നോമന മകന്റെ മുഖത്ത് കവിൽ തടത്തിൽ മുത്തം കൊടുക്കുമ്പോ ബാപ്പയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് പറയാ, ഉമ്മാ, ഇനി എന്റെ ബാപ്പ ജോലിക്ക് പോകൂല, ഇനി എന്റെ ബാപ്പ ജോലിക്ക് പോകൂല. ചെറുപ്പക്കാരാ, ഇന്ന് മക്കൾക്ക് ജോലി ഉണ്ടായിട്ട് പോലും വീടിന്റെ കത്തട്ടിൽ 60-70 വയസ്സായ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നുണ്ട്. ഇന്നിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റസാഖ് എന്ന് പറയുന്ന കൂട്ടുകാർ, പഠിച്ചവനെ, നമ്മൾ ഇതുപോലെ കടന്നിറങ്ങിയിട്ട് കാസർഗോഡ് അവിടെ ഉള്ള പള്ളിയുടെ തൊട്ടടുത്തിട്ടുള്ളൊരു ഹോട്ടലിലേക്കൊന്ന് കയറുമ്പോ ഒരു പാവപ്പെട്ട പിതാവിനെ കണ്ടുപോയി. അവരുടെ കാല് മുറിഞ്ഞിട്ട് കാലിൽ വെള്ളം കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. എന്തിനാ? കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഉസ്താദേ, മക്കളെ നോക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലു കൊഴിഞ്ഞു പോയ, താടി നരച്ചു പോയൊരു പിതാവിനെ കണ്ടുപോയി. ഇതുപോലെ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് ഇന്നത്തെ ഈ മജ്‌ലിസിൽ പോലും 60 വയസ്സായിട്ടും അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നവരുണ്ട്. ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പറയാ, ഉമ്മാ, ഇനി മുതൽ എന്റെ ഉപ്പ ജോലിക്ക് പോകൂല.
ഇനി മുതൽ എന്റെ ഉപ്പ ജോലിക്ക് പോകൂല, ഞാനാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മകൻ ജോലിക്ക് പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനൊരു ഖമീസ് മേടിക്കുമ്പോ തന്റെ കൂടെ ഉള്ള ചെറുപ്പക്കാരൻ ചോദിച്ചു, സഹോദരാ, ആർക്കാടാ നീ ഖമീസ് മേടിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഈ ഖമീസ് മേടിക്കുന്നത് എന്റെ ഉപ്പാക്കാട്. എന്റെ കുഞ്ഞുനാളിൽ എന്റെ കൈപിടിച്ചു കൊണ്ട് നടന്നിരുന്ന, എന്റെ കവിളത്ത് മുത്തം തന്നിരുന്ന, എന്നെ തോളിൽ കൊണ്ടുപോയിരുന്ന, എവിടെ പോകണമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടുപോയ എന്റെ ഉപ്പ, എനിക്ക് എത്രയോ നല്ല ഉടുപ്പുകൾ വാങ്ങിത്തന്ന ഉപ്പ. അൽഹംദുലില്ലാഹ്, ആ ഉപ്പാക്ക് ഞാൻ ഒരു ഖമീസ് മേടിച്ചതാണ്. വളരെ സന്തോഷത്തോടെ ഖമീസും അത്തറുമായിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാ കടന്നു പോകുമ്പോ, അല്ലാഹുവേ, ഒരുപാട് ആളുകൾ തന്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്കൊന്ന് ചെല്ലുമ്പോഴോ, ആർക്കാണോ താൻ അവിടെ നിന്ന് ഖമീസുമായിട്ട് കടന്നു പോയത്, തന്റെ പ്രിയപ്പെട്ട ഉപ്പക്കല്ലേ. ആ പ്രിയപ്പെട്ട ഉപ്പാന് വെള്ള പുതപ്പിച്ചു കൊണ്ടിട്ടിരിക്കുന്ന കാണുമ്പോ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിപ്പോയി, കൽബ് പൊട്ടിപ്പോയി. ഉപ്പാ എന്ന് പറഞ്ഞ് പിതാവിന്റെ മുമ്പിൽ അങ്ങ് ചെന്നിട്ട് ആ വെള്ളത്തുണി അങ്ങ് മുഖത്തിൽ നിന്ന് മാറ്റുമ്പോ, പുന്നാര മകൻ അവിടെ നിന്ന് പിതാവിന്റെ കവിളത്തു തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. ഉപ്പാന്റെ പൂമുഖത്തൂടെ കണ്ണുനീരിറ്റി വീഴുകയാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന ഖമീസിന് ഉപ്പാക്ക് ധരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് ആ ഖമീസ് കച്ചവടം ചെയ്തു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദിർഹമുകൾ കൊണ്ട് ബാപ്പാക്ക് മയ്യത്തിന്റെ തുണി മേടിക്കുകയാണ്. മകനും കൂടെ ഇരിക്കുന്നു, ബാപ്പയുടെ മയ്യത്ത് പൊതിയുന്നു. അവിടെ നിന്ന് മുഖഭാഗം പൊതിയാവൊരുങ്ങുമ്പോ ഈ പൊന്നുമകൻ പൊതിയുന്ന ആളുകളോട് പറയാ, ഒന്നു നിൽക്കാമോ, എന്റെ ഉപ്പാന്റെ പൂമുഖത്ത് അവസാനമായിട്ട് ഞാൻ ഒരു മുത്തം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കവിളത്ത് മുത്തം കൊടുത്ത് പവിത്രമായ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനില് പ്രിയപ്പെട്ട ഉപ്പാനെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കേൾക്ക വിളിച്ചു പറയാ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയൂല. ഇത് ഇന്ന് വന്ന വാക്കല്ല, അന്ന് മുതലേ ഉള്ള വാക്കാ. ഉപ്പയുള്ളപ്പോ ഉപ്പയുടെ വിലയറിയില്ല. എന്റെ ചെറുപ്പക്കാരാ, ഏത് പാതിരാത്രിയിലും നിന്റെ ഭാര്യയും നിന്റെ മക്കളും വീടിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ അവിടെ നിന്റെ ബാപ്പയുണ്ടോ? അവരുടെ താടി നരക്കട്ടെ, അവരുടെ ശരീരങ്ങൾ ചുക്കിച്ചുളിയട്ടെ. ബാപ്പയെന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിന്റെ വീടിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ നിനക്കൊന്നും പേടിക്കേണ്ടി വരില്ല എന്റെ ചെറുപ്പക്കാരാ. അതിന് പകരം അവളുടെ മക്കളെ പേടിച്ചിട്ടല്ലേ കിടക്കുന്നത്. ബാപ്പമാര് പലരും എന്ന മക്കള് വഴക്കു പറയോ എന്ന് പേടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നാ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ആ വീട് ജയിലാ. വീടിന്റെ അകത്തട്ടിൽ വാപ്പാനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണെന്നറിയോ?